നാട്ടിലെ പോത്തുംകാലിന്റെ ഒരു ഫീൽ ഇവിടെ ചെന്ന് കിട്ടും. പക്ഷെ ഇത് മൊരിഞ്ഞതാണ്. ഞാൻ മേടിച്ചിരുന്ന പുട്ടൻ ഷിപ്സിലാണ്. ബവേരിയൻ സ്പെഷ്യലായിട്ടുള്ള ഒരു ചിക്കനടുക്കുള്ള ഇതുപോലെ ഒരുപാട് ചെറിയ ചെറിയ ഗാർഡൻ. ഹലോ, എല്ലാവർക്കും മാപ്സ് ആൻഡ് മീൽസിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞങ്ങളുള്ളത് മ്യൂണിഷനിലെ സെൻറ്ററിൽ, അതായത് ഞങ്ങളുടെ സിറ്റി സെൻറ്ററിലുള്ള ആൻഡീസ് ബിയർ ഗാർഡനിലാണ്. അപ്പോൾ ഇത് വൺ ഓഫ് ദ ഫേവറേറ്റ് ബിയർ ഗാർഡൻ ആണ്. ഫുഡിന് ഭയങ്കര ഫേമസ് ആയിട്ടുള്ള സ്ഥലമാണ്. അപ്പം ഞങ്ങൾ ഇന്നിവിടെ വന്നിരിക്കുകയാണ്. അപ്പം ഞങ്ങളുടെ ഇന്നത്തെ ലഞ്ച്, ഇന്ന് വീക്കെൻഡാണ്, സാറ്റർഡേ. അപ്പോൾ ഞങ്ങൾ ലഞ്ചിന് വേണ്ടി വന്നിരിക്കുകയാണ്. പിന്നെ ഒരു പ്രത്യേകതയുണ്ട്, ഇന്ന് ഞങ്ങളുടെ കുറച്ച് റിലേറ്റീവ്സ് വരുന്നുണ്ട്. അപ്പം ഞങ്ങൾ അവരുമായിട്ട് ഒരു മീറ്റപ്പ്, ലഞ്ച് മീറ്റപ്പാണ് ഇവിടെ വെച്ച് നടത്താൻ പോകുന്നത്. ഞാനിങ്ങനെ അവർ വന്നുകൊണ്ടിരിക്കുകയാണ്. ആക്ച്വലി ഞങ്ങൾ നേരത്തെ എത്തി, ഞങ്ങൾ അവർക്ക് വേണ്ടി വെയിറ്റിംഗ് ആണ്. അവരെത്താറായി. അപ്പം ഞങ്ങൾ മെനു ഒക്കെ നോക്കാമെന്ന് വിചാരിച്ചു. അപ്പം നമ്മുടെ ബവേരിയൻ സ്പെഷ്യലായിട്ടുള്ള ഒരുപാട് സംഭവങ്ങളുണ്ട്. കുഞ്ചിക്ക് ഒത്തിരി ഇഷ്ടമുള്ള മെനു ഒക്കെ ഇതിനകത്തുണ്ട്. പിന്നെ പറയുകയാണെങ്കിൽ ഇവിടെ ഫുള്ള് ട്രീ ആണ്. ഈ ഒരു ബിയർ ഗാർഡൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങൾ ഒരുപാട് ബിയർ ഗാർഡനിൽ പോയിട്ടുണ്ട്, പക്ഷേ ഇവിടെ ഫുള്ള് ട്രീ ആണ്. ട്രീയുടെ നടുക്ക് ഒരു ബിയർ ഗാർഡൻ ഇങ്ങനെ സെറ്റ് വെച്ചേക്കുക. പിന്നെ കുഞ്ഞുങ്ങൾക്കൊക്കെ ആണെങ്കിൽ കുറച്ച് നല്ല കുഞ്ഞുങ്ങളെ കൊണ്ടുവന്നാൽ നമുക്കിവിടെ മാനേജ് ചെയ്യാനൊക്കെ എളുപ്പമാണ്. അപ്പോൾ ഒത്തിരി സ്പേസും. പിന്നെ ഇതിപ്പോൾ ഞങ്ങൾ വെളിയിലാണ് ഇരിക്കുന്നത്. അകത്ത് ഫുള്ളാണ്. ആക്ച്വലി അകത്ത് ഓൾറെഡി ഫുള്ളാണ്. പിന്നെ ഞങ്ങൾ വെളിയിൽ ആണ്, ഒരു ആംബിയൻസിന് വേണ്ടി വെളിയിലിരിക്കുകയാണ്. അപ്പം അങ്ങനെ ഓർഡർ ചെയ്യാൻ പോകുന്നത്. എനിക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള എന്തെങ്കിലും ഉണ്ടോ അവിടെ? നൂഡിൽസും പിന്നെ ലെമണേഡും മാത്രം മതിയോ? തോമസ് ഫ്രൈഡ്സ് വേണ്ടേ? അപ്പോൾ നമ്മുടെ ഫേമസ് ആയിട്ടുള്ള ഫുഡ് ബ്ലോഗർ മാർക്ക് വീൻസ് ഈ റെസ്റ്റോറൻറ്റിൽ വന്നിട്ട് റിവ്യൂ ഒക്കെ എടുത്തിട്ടുണ്ട്. ഒത്തിരി നല്ല റിവ്യൂ ആണ് പുള്ളി ഈ ഒരു റെസ്റ്റോറൻറ്റിനെ പറ്റി പറഞ്ഞത്. ഇവിടെ കുറേ മെനു ഉണ്ട് കേട്ടോ, ഗ്രിൽ ഐറ്റംസ്, അങ്ങനെ ബോയിൽഡ് ഐറ്റംസ് അങ്ങനെ. പക്ഷേ ഞാൻ പ്രിഫർ ചെയ്യുന്നത് എപ്പോഴും നമ്മുടെ ഷ്നിറ്റ്സലാണ്, പുട്ടൻ ഷ്നിറ്റ്സൽ. ഷ്നിറ്റ്സലെന്ന് വെച്ച് കഴിഞ്ഞാൽ വന്നിട്ട് കാണിക്കാം, കാരണം എനിക്കത് എക്സ്പ്ലെയിൻ ചെയ്യാൻ അറിയത്തില്ല. ഹായ് ഹായ് ഹായ്, തണുപ്പുണ്ടോ? ഹലോ 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 ഹലോ, തണുപ്പുണ്ടോ എന്ന് കണ്ടാൽ ഞങ്ങൾ ആ തണുപ്പിന്റെ ഡ്രസ്സ് ഞാൻ എടുത്തുമില്ലേ, ചെറിയൊരു ഇത് ഇല്ല ഇല്ല ഉണ്ടാവില്ല. അത്യാവശ്യം ചൂട് കാണുമായിരിക്കും. ജർമ്മനിയിൽ വന്ന ഞങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഒത്തന്റിക് ഫുഡാണിത്. ഷ്വൈൻ ഹക്സ് പ്ലസ് ബിയർ. അടിപൊളി. പോർക്ക്, ഷ്വൈൻ ഹക്സ്. അയ്യോ, പോർക്ക് ഹക്സ് എന്ന് പറയണോ? പൊളിക്കട്ടെ, അല്ല മുറിക്കട്ടെ. ബർത്ത്ഡേ മുറിക്കണ, കേക്ക് മുറിക്കണ്ട. മാർലി മിണ്ടാണ്ടിക്ക്, മാർലി. ഇതാ, ഇത് അറൌണ്ട് 1.4 കിലോ. അതാണ് അവർ എഴുതിൻ്റെ അറിഞ്ഞതിൽ. അല്ല, ഒരു 1.4 കിലോ ഇതിലായിരുന്നു. നിങ്ങളൊന്ന് കഴിച്ചു നോക്ക്, ഒരു കഷ്ണം ഇതൊന്ന് കഴിച്ചു നോക്ക്, കഴിക്കേ, ഒരു ചെറിയ പീസ് കഴിക്കേ. ഈ സാധനം ഇല്ല, ഈ ക്രിസ്പി സാധനങ്ങൾ അടിപൊളിയാണ്. അതെടുത്ത അതെ ഇതിന് കൊടുവാള് ഒന്നും ആവശ്യമില്ല. കണ്ടിട്ട് ലുക്കുണ്ട്. ഏതിന്? അത് കണ്ടിട്ടേ. സ്കിൻ അടിപൊളിയല്ലേ, പക്ഷെ നല്ല ക്രിസ്പിയാ സാധനം, നല്ല ക്രിസ്പിയാണ്. കട്ട് ചെയ്ത എന്ത് ഭംഗിയിലെ കട്ട് ചെയ്ത് നോക്കൂ. എല്ല് കാണണം ഇങ്ങനെ, ഇതാണ് ഇതിന്റെ എല്ല്. ആർക്കും ഇഷ്ടപ്പെടാത്ത ഇത് ശരിക്കും പറഞ്ഞാൽ പോർക്കിന്റെ പോർഷനാണ്, പക്ഷെ ബീഫിന്റെ ടേസ്റ്റ് ആണ്. പോർക്കിന്റെ പോർഷൻ ബീഫിന്റെ ടേസ്റ്റ്. ആ, ബീഫിന്റെ ടേസ്റ്റും ആണ്. ഇഷ്ടപ്പെട്ടു, കൊള്ളാം. സോസ് ഒത്തിരി നന്നായിട്ടുണ്ട്. ഇതിന്റെ സോസ്
ഇതിപ്പോൾ ഞാൻ മേടിച്ചിരിക്കുന്നത് പുട്ട ഷ്നിറ്റ്സലാണ്. അതെന്ന് വെച്ചാൽ നമ്മുടെ ടർക്കിയുടെ ഷ്നിറ്റ്സൽ. അപ്പം ഇതാണ് സംഭവം. ഇതിൻ്റെ കൂടെ നമുക്ക് പൊട്ടറ്റോ സലാഡും കൂടെ ഉണ്ട്. നമ്മുടെ ഇവിടെ ഉണ്ട് പൊട്ടറ്റോ സലാഡ് കണ്ടോ, പൊട്ടറ്റോ പിന്നെ ബ്രൂക്കൻ സലാഡ്, കുക്കുംബർ. അപ്പോൾ ഇതാണ്. പിന്നെ നമുക്കുള്ളത് ഇതൊരു ഇവിടുത്തെ ബവേരിയൻ സ്പെഷ്യലായിട്ടുള്ള ഒരു ഇതിന് പറയുന്നത് കാർട്ടോഫൻ നോഡൽ എന്നാണ്. ഉരുളക്കിഴങ്ങ് ബേസിക്കലി പുഴുങ്ങി വെച്ചേക്കുന്ന ഒരു സാധനം, പക്ഷേങ്കിൽ നല്ല ടേസ്റ്റുള്ള സംഭവമാണ്. അപ്പം ഇതാണ് എൻ്റെ ഫുഡ്. നല്ല സന്തോഷമില്ലാത്ത was my daughter. ചോദിച്ചോ കാളോട് എക്സ്ട്രാ ആയിരിക്കും മേ ബി. നിങ്ങൾക്കുള്ളത് മുറിക്കണേ. ഇത് മുറിക്കണമെങ്കിലേ സമയം എടുക്കും. എങ്ങനെയുണ്ട്? കൊള്ളാം, നല്ല ടേസ്റ്റ് ഉണ്ട്. ചേട്ടൻ ഒരു പീസ് ചേട്ടൻ കഴിക്കും. ഉള്ളിൽ തെറച്ച് കഴിച്ചോ എന്നാ? ലാസ്റ്റ് കഴിച്ചോളാം. ഉള്ളിൽ ഇതിനകത്തോട്ട് ഈ തൊലിപ്പുറം ചേട്ടൻ ഇഷ്ടല്ലേ? അങ്ങനെ നല്ല മുറിക്കത്. ശരി തന്നാൽ ഒരു തുള്ളി മതി, എനിക്ക് ഒരുപാട് വേണ്ട. അത് മതി, ധാരാളം. നിങ്ങൾ എന്താ ഷ്നിറ്റ്സലാ മേടിച്ചേ? ഞങ്ങള് എരിവുള്ളത് ഷ്വൈൻ്റെ എരിവുള്ളത്. ചില്ലി ഷ്വൈന. അങ്ങനെ ഷൈൻ ഉണ്ടായിരുന്നു. ഷാർഫുള്ളതെന്ന് പറഞ്ഞിട്ട് ക്ലോസപ്പ് എടുക്കിച്ച അതിന്റെ നാട്ടിലെ പോത്തുംകാലിന്റെ ഒരു ഫീൽ ഇവിടെ ചെന്ന് കിട്ടും. പക്ഷെ ഇത് മൊരിഞ്ഞതാ മാത്രം. നാട്ടിലത് റോസ്റ്റ് ആണ്. അതിനകത്തുള്ള സംഭവം എടുക്കുന്നുണ്ടോ? മജ്ജാണോ? ഇതില് മജ്ജൊക്കെ അരിഞ്ഞിരിക്കുക. വേണമെങ്കിൽ തമ്പനിയിൽ അങ്ങനെ സന്തോഷമായി. ഞെല്ല് മാത്രം ബാക്കി. സൂപ്പർ അല്ലേ? ടേസ്റ്റ് ചെയ്യാൻ അടിപൊളിയായിരുന്നു. നെക്സ്റ്റ് ടൈം ഇത് കഴിച്ചോളൂ. പ്രിന്റ് പോയി അതാണ് കട്ട് ചെയ്യുന്നത്. പ്രിന്റ് പോയി ഈ ഒരു അവസ്ഥ കണ്ട് എന്ത് തോന്നുന്നു ഇപ്പോ? വളരെ നല്ല ഒരു സുഖം തോന്നുന്നുണ്ട്. ആ എല്ലിനെ എങ്ങനെയൊക്കെ കൊല്ലാം, അങ്ങനെ എല്ലാം കൊന്നില്ലേ. ആ പന്നി ഇപ്പൊ ഇരുന്ന് കറിയായിരിക്കും. നിങ്ങൾ ചെയ്തത് ട്രൈ ചെയ്യില്ലേ? എനിക്കത് കഴിക്കാനുള്ള ത്രാണിയില്ല. മൽപ്പിടുത്തം നടത്താൻ സാധിക്കും. അതൊരു 1.5 കിലോ സാധനമുണ്ട്. അത്രയും കഴിക്കാനുള്ള ഒരു അല്ല, അതിൽ കുറച്ച് എല്ലാണ്, കുഴപ്പമില്ല. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാതെ വരണം. ഒരു നേരത്തെ ആഹാരം കട്ട് ചെയ്തിട്ട് ഇവിടെ വരണം. വന്നിട്ട് അതിന് ഓർഡർ ചെയ്യാം. ഇത് തന്നെ ഒരുപാട് സ്നിറ്റ്സൽ തന്നെ ഒരുപാടായിരുന്നു. ഇത് നമ്മൾ ഒരെണ്ണം മേടിച്ച് 2 ഷെയർ ചെയ്ത് കഴിക്കാൻ പറ്റും. നിങ്ങളെ കൊണ്ട് സാധിക്കും, കുഴപ്പമില്ല. അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ ലഞ്ച് എല്ലാം കഴിഞ്ഞു. അപ്പം ഞങ്ങളുടെ കൂടെയുള്ള റിലേറ്റീവ്സ് എല്ലാം അവരിപ്പോൾ അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോയി. അപ്പോൾ അവർക്ക് വേറെ എന്തൊക്കെ സാധനങ്ങൾ മേടിക്കാനുണ്ട്. അപ്പം ഇന്നത്തെ ഞങ്ങളുടെ ലഞ്ച് അടിപൊളിയായിരുന്നു. നിങ്ങൾ ഡിഷസൊക്കെ കണ്ടല്ലോ, എല്ലാം നല്ല സൂപ്പർ ടേസ്റ്റി ആയിരുന്നു. അപ്പം ഇന്നത്തെ വീഡിയോ ഞങ്ങളിവിടെ നിർത്താൻ പോവാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ഞങ്ങളുടെ മാപ്സ് ആൻഡ് മീൽസ് എന്ന ഈ ചാനൽ ദയവായി ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും ഞങ്ങൾ വളരെ മനോഹരമായ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അണ്ടിൽ ദെൻ ബൈ ബൈ.